വെൽക്കം ടു IFC. ഓക്കെ, ഇനി പകരം ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. ഓവറല്ലേ അത്? ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചാവ എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിമിൻ്റെ ടീസർ റിയാക്ഷനിലേക്ക് പോവുകയാണ്. വിക്കി കൗശൽ, രശ്മിക മന്ദന, ദിനേശ് വിജയൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പടമാണ്. അത് മാഡോക് ഫിലിംസിൻ്റെ ബാനറിൽ ദിനേശ് വിജയൻ ചെയ്തിരിക്കുന്ന പടമാണ്. ഇവരുടെ ആക്ച്വലി ഇവരുടെ യൂണിവേഴ്സ് എന്തായിരുന്നു, ഹൊറർ കോമഡി യൂണിവേഴ്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് ആയിരുന്നു അവരുടെ ഫുൾ പടങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് 3-2 ഒക്കെ നല്ല കാണാൻ കുറച്ച് രസമുള്ള പടമാണ്. അപ്പോൾ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം. അപ്പോൾ നമുക്ക് ചാവ ടീസറിലേക്ക് പോകാം. छत्रपति शिवाजी महाराज को शेर कहते हैं और शेर के बच्चे को शिवा गया पर अपनी सोच जिंदा छोड़ गया. ആരാ അത്? പുള്ളി വിക്കി കൗശൽ തന്നെയാണോ? അത് ചോദിച്ചത്. അല്ല, ശിവ ഗയ, അതായത് ശിവാജി മരിച്ചു എന്നല്ലേ? ഓ, വില്ലൻ ക്യാരക്ടറാണ്. അല്ല, ഇത് പെട്ടെന്ന് ഇങ്ങനെ ടീസറിൽ ഒരു സാധാരണ യൂഷ്വലി കാണുന്ന പോലല്ല. ഇതൊരു ഫുൾ ഒരു ആക്ഷൻ സീക്വൻസിന്റെ ഒരു മേജർ ആക്ഷൻ സീക്വൻസിന്റെ കുറച്ച് ഷോർട്സ് ആണ് നമ്മളിപ്പോൾ ടീസറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നൊരു മാർക്കറ്റിംഗ് അല്ല. അതായത് ഈ ഒരു എസ്പെഷ്യലി ഇപ്പം ഇങ്ങനത്തെ സിനിമകളിൽ എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു യുദ്ധം അല്ല ഒരു വാർ സീക്വൻസ് ആണ് ഇവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിലെ ഒരു മെയിൻ ഹൈലൈറ്റഡ് വാർ സീക്വൻസ് ആയിരിക്കണം ഇത്. ക്ലൈമാക്സ് ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഒരു കുറച്ച് ഷോർട്സ് ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ടീസറായിട്ട് ഒരു പ്രസന്റ് ചെയ്യുന്നത്. മറ്റേ ക്യാരക്ടർ പറഞ്ഞാൽ ശിവാജി മരിച്ചതിന് ശേഷമുള്ള കഥയാന്ന് തോന്നുന്നു. ശിവാജി ഗയ എന്ന് പറഞ്ഞിട്ട് അത് ശിവാജിയുടെ മോൻ. ശിവാജി ജീവിച്ചിരിപ്പില്ലാത്ത ടൈമിന്റെ സീക്വൻസ് ആണ്. ഇപ്പം വളർന്നു കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആയിരിക്കും. പുള്ളി ഇതുപോലത്തെ റോള് ചെയ്തിട്ടില്ല കൗശൽ. അതുകൊണ്ട് ഒരു എന്തെങ്കിലും ഒരു പുള്ളിയുടെ അത്യാവശ്യം ഫിലിമോഗ്രഫി നോക്കിയാൽ കുറച്ച് ഒരു രസമുള്ള കുറച്ച് പടങ്ങൾ ചെയ്തിട്ട് ഒരാളാണ്. പ്രതീക്ഷയുള്ളൊരു നല്ല പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇത് എസ്പെഷ്യലി പ്രൊഡക്ഷനിൽ ഒരു വിശ്വാസമുള്ള, കാരണം ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും എല്ലാ പടം. അതെ, അവരുടെ പടങ്ങൾക്ക് എല്ലാത്തിനും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഇതിന്റെ ട്രെയിലറൊക്കെ വന്നാലേ ഇതിന്റെ എന്തായിരിക്കും ഇതിനകത്ത് കുറച്ച് കൂടുതൽ ഏത് പോർഷനാണ് ഇവരെടുത്ത് പടവാക്കാൻ പോകുന്നത്, ഏത് ടൈം പീരീഡ് ആണെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളെ ജസ്റ്റ് വെറുതെ കുറച്ചൊരു ഫൈറ്റ് സീക്വൻസിന്റെ കുറച്ച് ഷോട്ടുകൾ മാത്രം കാണിച്ച് ഇത് മറാഠാസ് അതെ, ആ കോൺഫ്ലിക്റ്റ് ആണ് അവരുടെ മേജർ. ചാവാന്നാന്ന് തോന്നുന്നല്ലോ പുള്ളി വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചാവാന്നുള്ളത് പുള്ളിയുടെ നിക്നെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് വെപ്പൺസ് ഒക്കെ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരെ കിടിച്ച് പുള്ളിനെ മുടിയെന്ന് വിളിക്കുക പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വിദ്യുത് ജമാലാ തോന്നിപ്പോയി ആദ്യം. ഇത് വിദ്യുത് ജമാലിനെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. പിന്നെ മറ്റേ ഷോട്ട് 1-2 പടത്തിൽ കണ്ടു, ഇങ്ങനെ ചവിട്ടി പറഞ്ഞിരുന്നത്. അത് ആക്ഷൻ കൊറിയോഗ്രാഫി അതെ, ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത ആൾക്കാരാണെന്നോ ചിലപ്പോൾ അവരുടെ സിമിലർ മൂവ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. അതിപ്പോൾ അറിയാലോ, ഒരുപാട് പേര് സെയിം സാധനം ഒരുപാട് പടത്തിലുണ്ട്. വജ്ര മസ്താനിക്ക് തോന്നുന്നല്ലേ ഇതിനുമ്പ് അങ്ങനത്തെ ഒരു സംഭവം, ചവിട്ടി ആനയുടെ പുറത്തിരിക്കുന്ന ആളെ കുറേ പടത്തിലുണ്ട്. എനിവേ പടത്തിന് ട്രെയിലർ വരട്ടെ. അതെ, കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിലർ വരുമ്പോഴേ നമുക്ക് അതിനെ പറ്റി എന്തെങ്കിലും. രാഷ്മിക അധികം കാണിച്ചില്ലെന്ന് തോന്നുന്നു. അല്ല, വേറെ ആരും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇത് ആക്ച്വലി ഇത് മറ്റേ 3-2 ഫസ്റ്റ് പ്രീമിയറിന് കൂടെ റിലീസ് ചെയ്ത ടീസർ. എനിക്ക് തോന്നുന്നു ഇനി മേജർ ക്യാരക്ടേഴ്സ് ഇതുപോലെ കുഞ്ഞു ടീസേഴ്സ് വരാം. അല്ലെങ്കിൽ ഇതിപ്പം പുള്ളിയുടെ ക്യാരക്ടറെ ബേസ് ചെയ്തുള്ള പടമാണല്ലോ, പിന്നെ പുള്ളിക്ക് വരണം, പിന്നെ ഒരു ടീസർ, ഒരു ട്രെയിലർ, അങ്ങനെ പോയിരിക്കും. ഇതിപ്പോൾ എന്നാ റിലീസ് ഒന്നും പറഞ്ഞു. ഡിസംബറിൽ 6-ാം തീയതി കണ്ട പറഞ്ഞേക്കാം. അടുത്ത അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇനി ടൈമുണ്ട്. അപ്പോൾ ഇനി ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ചാവ കാണാം, റിയാക്ഷൻ ഇടാം.
ആലപ്പുഴ റിലീസ് കാണാൻ ചാൻസ് കുറവാണ്. തീരെ കുറവാണ്. ഇവിടെ ഹിന്ദി സിനിമകളുടെ റിലീസ് അല്ല, പിന്നെ ആലപ്പുഴ ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പടങ്ങളൊക്കെ പോയി കാണുക, നല്ല ഈ പടങ്ങളൊക്കെ ഇവിടെ വരത്തുള്ളൂ. അതെ അതെ, ഇവിടെ ഉള്ളവർ ഈ ഇംഗ്ലീഷ് പടങ്ങളൊന്നും അധികം കാണാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ മേജർ പടങ്ങളൊന്നും ഇവിടെ റിലീസ് ആവുന്നില്ല. അതെ അതെ, ഞങ്ങൾ ഇവിടെ റിലീസായ ഇംഗ്ലീഷ് പടങ്ങൾ തിയേറ്ററിൽ കാണാൻ ചെല്ലുമ്പോൾ 10 പേരില്ലാതെ ഷോ നടത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വിട്ടിട്ടുണ്ട്. അവസാനം എക്സ്ട്രാ 2-3 ടിക്കറ്റ് എടുത്തിട്ട് വരെ ഞങ്ങൾ സിനിമ കാണാൻ കയറിയിട്ടുണ്ട്. അതെ അതെ, അത് ഇതിനകത്തായിരുന്നു. അത് കഴിഞ്ഞ ട്വിസ്റ്റേഴ്സ്, അതിന് മുമ്പും ഈ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, തിരക്കാണ് ആൾക്കാർ. അപ്പോൾ ആൾക്കാരെല്ലാവരും തിയേറ്ററിലേക്ക് എത്തുക സിനിമ കാണാൻ. അതെ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ തിയേറ്ററിൽ വിചാരിക്കുന്ന ഞങ്ങൾ 3 പേരെ ഉള്ളെങ്കിൽ 5 പേര് വന്നു അവരെ കണക്ക് കൂട്ടുന്നു. കൂടുതൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പടം കാണും. അതെ.